എടാ സണ്ണി, നീ എന്തെങ്കിലും ഒന്ന് പറ. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. എന്തെങ്കിലും ഒന്ന് പറയണോ? എടാ, ഞാൻ ഓവറിന് നിനക്ക് അവളോട് ഇഷ്ടം ഇല്ലാണ്ടാവും. എടാ, നീ അവളെ ഡേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അതുപോലെയാണോ നീ? എടാ, അവളെ കാണാൻ എന്തുകൊണ്ടും വാല്യൂ ചെയ്യുന്നത് ഞാൻ നിന്നെ തന്നെയാണ്. അതാ ഒക്കത്തിന് മുന്നേ നിന്നോട് തന്നെ വന്ന് ഈ കാര്യം ഞാൻ സംസാരിക്കുന്നു. ഡേറ്റ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നീ കാണാതെ ഒളിച്ചും പാത്തുള്ള പരിപാടിക്കൊന്നും എനിക്ക് വയ്യ. അങ്ങനെയുള്ള സിറ്റുവേഷനോട് എനിക്ക് താല്പര്യമില്ല. ഇനി ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് എൻ്റെ പ്രശ്നമെങ്കിൽ നീ അത് പറ. എടാ, ഇനി അതല്ല, നിങ്ങൾ റിലേഷനിലായ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞത് എനിക്ക് വിശ്വാസമായില്ലേ? ഇല്ലെങ്കിൽ അത് പറ. എടാ, നീ അങ്ങനെയുള്ള ഒരാളല്ലെന്ന് എനിക്കറിയാം. അവളും അതെ. പിന്നെ ഞങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ട് ഒരു 5-6 മാസമായി. എനിക്കിപ്പോൾ അവളോട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നുമില്ല. പക്ഷെ നീ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു നീ അവളെ ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടോ നിങ്ങൾ ഒരുമിച്ച് കാണുന്നതുകൊണ്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ ബ്രെയിനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിനത് ആക്സെപ്റ്റ് ചെയ്യാനൊരു എന്നാ വിട്ടേടാ സണ്ണി, ഞാൻ അവളോട് ഇല്ലെന്ന് പറഞ്ഞേക്കാം. വെറുതെ എന്തിനാ? എടാ, വിട്ടുകളയൊന്നും വേണ്ട. അവൾ നല്ല കൊച്ചാ. പിന്നെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയതോ ഒരാളുടെ പ്രശ്നം കൊണ്ടൊന്നുമല്ല, ഞങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. പിന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ, നീ അവളേക്കാൾ കൂടുതൽ വാല്യൂ ചെയ്യുന്നത് എന്നെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളടുത്ത് ഈ കാര്യത്തിന് നോ പറയുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ ബ്രെയിന് പറയുന്നത് കേട്ടോളാം. മനസ്സിനോട് പോയി പണി നോക്കാൻ പറ. നമുക്കൊരു ചായ കുടിച്ചാലോ? ആ. എന്നാൽ നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി 2 ചായ മേടിച്ചിട്ട്